ഇത് മറ്റേണിറ്റി അല്ലാതെ റെഗുലർ മെൻസ്ട്രൽ പീരീഡിൽ യൂസ് ചെയ്യാവോ എന്നൊരു ഡൗട്ടുണ്ട്. ഉപയോഗിക്കാൻ പറ്റും. സോവിങ് കപ്പാസിറ്റി അല്ല, വാല്യൂ വൈസ് നോക്കുവാണെങ്കിൽ പോലും ഇതൊരു 4 അല്ലെങ്കിൽ 5 വരുമ്പോൾ മിനിമം 100 അല്ലെങ്കിൽ 120 രൂപയെങ്കിലും ആകും. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റേണിറ്റി പാഡിന്റെ 36 രൂപ അല്ലെങ്കിൽ 37.38 രൂപയേ ആവുന്നുള്ളൂ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർ വേൾഡ് മലയാളം. നമുക്കിന്ന് മറ്റേണിറ്റി സാനിറ്ററി പാഡുകളും അത് ഫിക്സ് ചെയ്യാനുള്ള ഫിക്സേറ്റർ, അതായത് പാഡ് ഫിക്സേറ്റർ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പാൻറ്റി എന്ന് പറയും, ഈ രണ്ട് പ്രൊഡക്റ്റും പരിചയപ്പെടും. ആക്ച്വലി ഈ മറ്റേണിറ്റി പാഡ് മറ്റേണിറ്റി സാനിറ്ററി പാഡുകൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, മറ്റേണിറ്റി നമ്മൾ ആ ഒരു 9 months കഴിയുമ്പോഴത്തേക്കും, ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു ഹെവി ഫ്ലോ ബ്ലീഡിങ് കാണും. അങ്ങനെയുള്ള ബ്ലീഡിങ് ടൈമിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള പാഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി റെഗുലർ പാഡുകൾക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പാഡുകൾ മാറ്റേണ്ടി വരും. ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയാമല്ലോ, എപ്പോഴും പാഡ് മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിസേറിയൻ കഴിഞ്ഞവർക്കും നോർമൽ ഡെലിവറി കഴിഞ്ഞുള്ളവർക്കും പാട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ടൈമിൽ ഉപയോഗിക്കാനുള്ള പാഡുകളാണ് മറ്റേണിറ്റി പാഡുകൾ. അപ്പം നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെഗുലർ പാഡാണ്, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള പാഡാണ്. ഇത് തന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് ഒരു 3XL സൈസിലുള്ള ഒരു പാഡാണ്. ഇതിൻ്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ തിന്നായിട്ടുള്ളതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മറ്റേണിറ്റി പാഡാണ്. ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൂന്നും കാണിക്കുന്നത്. ഇതൊരു റെഗുലർ സൈസാണ്, ഇത് 3XL സൈസാണ്. ഇത് വരുമ്പോഴത്തേക്കും മറ്റേണിറ്റി പാഡാണ്. ഇത് മൂന്നിൻ്റെ സൈസിൽ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേണിറ്റി ടൈമിൽ ഏതാണ് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പം വിശദമാക്കാം. ഇപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതുവരെ വരാതിരുന്ന പീരീഡ്സ് ഉണ്ടല്ലോ, അത് മുഴുവൻ ആ ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഹെവി ആയിട്ട് ബ്ലഡ് ഫ്ലോ വരും. അപ്പോൾ അതിനെ ഒരു അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി റെഗുലർ പാഡുകൾക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പല ബ്രാൻഡുകളുടെയും റെഗുലർ പാഡുകളുടെ പല ബ്രാൻഡുകളുടെയും കവർ നോക്കി, ഒന്നിലും തന്നെ അതിൻ്റെ എത്രയാണ് ബ്ലഡ് അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അതായത് ഈ റെഗുലർ പാഡുകളുടെ അബ്സോർബിങ് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കിയപ്പോഴത്തേക്കും യൂണിസെഫ് നൽകിയിരിക്കുന്ന ഒരു ഡേറ്റ എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് റെഗുലറിന് 15 to 20 ml, ലാർജിന് 20 to 30 ml, എക്സ്ട്രാ ലാർജിന് 30 to 40 ml ആണ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റിന് ആവറേജ് പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 4XL എന്ന് പറയുമ്പോഴത്തേക്കും 60 to 70 ml ഒക്കെ വരും. ഇപ്പം ഇനി അതിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പല കമ്പനികളും കാണുമല്ലോ. അങ്ങനെ നോക്കിയാൽ അതിൻ്റെയൊക്കെ മാക്സിമം സൈസ് ഇപ്പോൾ 4XL ആണെങ്കിൽ അതിൻ്റെയൊക്കെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ഒരു 100 to 120 ml, അതിലും കൂടാൻ സാധ്യതയില്ല. അപ്പം ഈ ഒരു കേസിലാണ് നമ്മൾ മറ്റേണിറ്റി പാഡുകൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് കമ്പനികളും നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൽ PSafe എന്ന് പറഞ്ഞ കമ്പനി പറയുന്നത് 750 ml ആണ് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്. ഈ നോമം എന്ന് പറഞ്ഞ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഫസ്റ്റ് വീക്കിൽ ഉപയോഗിക്കുന്ന ഈ പാഡിന് 850 ml, ഫസ്റ്റ് വീക്ക് അതായത് ഡെലിവറി കഴിഞ്ഞുള്ള ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടുള്ള ഫ്ലോ കുറയുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു മിഡി പാഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനും 450 ml ആണ് പറയുന്നത്. ഇതും നമ്മൾ റെഗുലർ പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും പല മടങ്ങ് സൈസ് അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളവയാണ് ഇവ മൂന്നും. ഇപ്പോൾ മറ്റേണിറ്റി സാനിറ്ററി പാഡിൻ്റെ ഒരു പാഡ് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പം നമ്മൾ റെഗുലർ സാനിറ്ററി പാഡുകളുടെ മാക്സിമം വലിയ സൈസ് എടുക്കുവാണെങ്കിൽ പോലും മിനിമം ഒരു 4-5 എണ്ണം തന്നെ ഒരു ദിവസം യൂസ് ചെയ്യേണ്ടി വരും. അത് ഇപ്പം വാല്യൂ വൈസ് നോക്കുവാണെങ്കിൽ, അതായത് അബ്സോർബിങ് കപ്പാസിറ്റി അല്ല, വാല്യൂ വൈസ് നോക്കുവാണെങ്കിൽ പോലും ഇതൊരു 4 അല്ലെങ്കിൽ 5 വരുമ്പോൾ മിനിമം 100 അല്ലെങ്കിൽ 120 രൂപയെങ്കിലും ആകും. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റേണിറ്റി പാഡിന്റെ 36 രൂപ അല്ലെങ്കിൽ 37.38 രൂപയേ ആവുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് വൈസ് നോക്കിയാൽ പോലും വാല്യൂ ഫോർ മണിയാണ്. അതല്ല, ലീഡിങ് കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പല മടങ്ങ് കൂടുതൽ കപ്പാസിറ്റിയാൻ കഴിവുള്ളതാണ് മറ്റേണിറ്റി സാനിറ്ററി പാഡുകൾ. പിന്നെ ഇത് മറ്റേണിറ്റി അല്ലാതെ റെഗുലർ മെൻസ്ട്രൽ പീരീഡിൽ യൂസ് ചെയ്യാവോ എന്നൊരു ഡൗട്ടുണ്ട്. ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം റെഗുലർ ആയിട്ട് മെൻസ്ട്രൽ പീരീഡ്സിൽ ഹെവി ഫ്ലോ ഉള്ളവരുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം കുറേ പാഡ് ഉപയോഗിക്കുന്നതും അതും കോസ്റ്റ് വൈസ് അവർക്ക് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഉള്ള ബുദ്ധിമുട്ടും ഉണ്ട്. ഇത് ഓരോന്നും മാറ്റുക, അല്ലെങ്കിൽ ഹെവി ഫ്ലോ അത് നിറഞ്ഞ് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അങ്ങനെയുള്ള അവസ്ഥകളിലും നമുക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അതല്ല ഇപ്പം ട്രാവലിംഗ് ടൈം, ഇപ്പം ലോങ് ജേർണി ഒക്കെ പോവുക, ഇപ്പം നമ്മൾ പല സ്ഥലത്തൂടെ പോവുക, അപ്പം മാറ്റാൻ സ്ഥലമില്ലാതെ പബ്ലിക് ടോയ്ലറ്റ് ഇപ്പം വൃത്തിയില്ലാത്ത കാണുമ്പോൾ ചിലപ്പം മാറ്റാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഒക്കേഷനിൽ, അതായത് ലോങ് ജേർണിയിൽ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാഡാണ് ഈ മെറ്റേണിറ്റി പാഡ്. അതായത് റെഗുലർ പാഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റേണിറ്റി പാഡുകൾ. ഇനി ഞാൻ ഈ ഓരോ ടൈപ്പും ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും പി സേഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. ഇത് ഒരു പാക്കറ്റിൽ വരുന്നത് 8 പീസാണ്. 8 പീസ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാഡ് വരുന്നത്. ഇത് പറയുമ്പോഴത്തേക്കും കമ്പനി ക്ലെയിം ചെയ്യുന്നത് 750 ml ആണ് ബ്ലഡ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. 750 ml വരും. ഇത് ഒരു പാക്കറ്റിൽ 8 പീസാണ് വരുന്നത്. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 299 രൂപയാണ്. അതായത് പെർ പീസ് 37.38 രൂപയാണ് പെർ പീസ് വില വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ന്യൂമം എന്ന് പറഞ്ഞ കമ്പനിക്ക് 2 ടൈപ്പ് പാഡുകളുണ്ട്. അതായത് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് വീക്കിൽ മാക്സി പാഡും, ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അതായത് ഫ്ലോ കുറയുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ മിഡി പാഡും. ഈ മാക്സി പാഡിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് ഇത്രയും വരുന്നുണ്ട്, ലെങ്ത് ഇത്രയും വരുന്നുണ്ട്, വിഡ്ത്ത് ഇതാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലഡ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 850 ml ആണ് വരുന്നത്. ഇത് ഒരു പാക്കറ്റിൽ 5 പീസാണുള്ളത്. ഒരു പാക്കറ്റിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും 180 രൂപ വരും. പെർ പീസ് 36 രൂപയാണ്. ഇത് ഡെലിവറിയുടെ ഫസ്റ്റ് വീക്കിൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് ഫ്ലോ കുറച്ച് കുറയുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനുള്ള ന്യൂമമിൻ്റെ തന്നെ അടുത്ത പാഡാണ്. ഇത് പേര് വരുമ്പോഴത്തേക്കും മിഡി പാഡ് വരും. മിഡി പാഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് സൈസ് വരുന്നത്. ഇത് 450 ml ആണ് അബ്സോർവ് ചെയ്യുന്നത്. ഈ മിഡി പാഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റെഗുലർ പാഡ് വരുന്ന സൈസ് ഇതാണ്. ഈ മിഡി പാഡ് പോലും ഈ ഒരു സൈസ് ഉണ്ട്. ഈ മാക്സി പാഡും മിഡി പാഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം വണ്ണം കൂടുതൽ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് മിഡി പാഡ് വരും, ഇത് മാക്സി പാഡ് വരും. ഇപ്പം വണ്ണം കൂടുതൽ ഉള്ളവരാണെങ്കിൽ ഫ്ലോ കുറയുന്ന സമയത്താണെങ്കിലും മിഡി പാഡിന് പകരം മാക്സി പാഡ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ചാൽ ലെങ്ത് ഇത്രയും കിട്ടും, പാൻറ്റിയുടെ ഫുൾ ലെങ്ത് കിട്ടും. നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്റർ എന്ന് പറയും. അതായത് ഡിസ്പോസിബിൾ പാൻറ്റി എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പാഡ്, നമ്മൾ സാനിറ്ററി പാഡുകൾ, മറ്റേണിറ്റി സാനിറ്ററി പാഡോ റെഗുലർ സാനിറ്ററി പാഡോ ഏതാണെങ്കിലും പാഡ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്. അതായത് ഈ നമ്മൾ പാഡിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പം പാഡും ഈ പാൻറ്റിയും കൂടെ ഒരുമിച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് സൈസ് ശരിക്കും കമ്പനിയിൽ സ്മോൾ തൊട്ട് 3XL വരെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വെച്ചേക്കുന്നത് വെച്ചാൽ മീഡിയം ടു 2XL ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2XL എന്ന് പറയുമ്പോൾ തന്നെ 113 തൊട്ട് 124 സെൻറ്റിമീറ്റർ വരെ സ്ട്രെച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സൈസാണ്. അതായത് 113 തൊട്ട് 124 എന്ന് പറഞ്ഞാൽ ഒരു 3XL ടു 5XL സൈസ് വരെ ഈ 2XL കിട്ടും. അപ്പം അത്രയും സൈസ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പാൻറ്റീസാണിത്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും 198 രൂപയാണ്. അതായത് ഒരു പാക്കറ്റിൽ 5 എണ്ണമാണ് വരുന്നത്. 5 എണ്ണത്തിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും 198 ഇത് നമ്മൾ ലോങ് ജേർണി ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ലോങ് ജേർണി ടൈമിൽ നമുക്ക് പാൻറ്റി ഇപ്പം മഴയുള്ള സമയങ്ങളിൽ പാൻറ്റിക്ക് പകരം പാഡ് ഇതിൽ യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മളത് പിന്നെ കഴുകിയെടുത്ത് മഴയുള്ളപ്പോൾ ഉണക്കിയെടുക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള സമയത്തും നമ്മൾ റെഗുലർ പാൻറ്റിയിൽ ഈ ഡിസ്പോസിബിൾ പാൻറ്റിയിൽ നമ്മളുടെ പാഡ് ഇതുപോലെ സാധാരണ പാഡ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം, അതായത് ഒട്ടിച്ച് വെക്കാം. റെഗുലർ പാൻറ്റിയിൽ നമ്മൾ എങ്ങനെയാണോ പാഡ് ഒട്ടിക്കുന്നത് അതുപോലെ ഒട്ടിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ
MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. അതായത് മോറ്, ബാറ്റ, ബേബി കെയർ, ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതുകൂടാതെ നമുക്ക് കോട്ടയം, തെള്ളകം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ്. സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ്, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.